അത് മേടിക്ക്. അവൾക്ക് എന്ത് പറ്റി? അവളെ പിടിച്ചോ. ഒന്നുമില്ല പറഞ്ഞില്ലേ? നിനക്ക് എന്താ? നിന്റെ കയ്യിൽ എന്താ കണ്ടേ? സത്യം പറ. അല്ല, ഇത് സിറിഞ്ചില്ലേ? എന്താണ് സാധനം? എവിടുന്ന് കിട്ടി നിനക്ക്? ചോദിക്കണേക്കില്ലേ? അതൊക്കെ കിട്ടി. വേണ്ട, ഇത് എവിടുന്ന കിട്ടി? വേം പറഞ്ഞോ. അതൊക്കെ നിങ്ങളറിയണേ. ഞാൻ ചെയ്തോളാം എന്റെ കാര്യങ്ങള്. നീ എന്ത് ഇങ്ങനെയൊക്കെ പറയണേ? തരില്ല. ഇവക്ക് എന്താ പറ്റിയേ? ശരിയാവില്ല. ഇത് പറഞ്ഞിട്ട് നീ ഇവിടുന്ന് പോയാ മതി. നിന്റെ കൈതാ, 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 കൈതാ. ഇതെന്താ? ഇതെന്താ? ഇതെന്താ ചോദിച്ചത്? പറ, പറ. അതെന്താ കടിച്ചതാ? പറ. അതെന്താ കടിച്ചതാ? പറയല്ലേ. നിന്റെ കണ്ണൊക്കെ എന്താ ചോക്കണ്? നിങ്ങളുടെ കാട്ടിക്കുള്ളിലാണ് ദേഷ്യം വന്നിട്ട്. ഇത് ശരിയല്ല കേട്ടോ. ഇവള് ശരിയല്ല. എന്തുകൊണ്ട്? പറഞ്ഞോ, നീ വേഗം പറഞ്ഞോ. പറ്റില്ല. പറ. ഞാൻ പറഞ്ഞില്ല ഇതെന്താ കടിച്ചതാ പറയല്ലേ. പിന്നെ ഞാൻ എന്താ ചെയ്യാ? ഇവളിങ്ങനെ വിട്ട ശരിയാവില്ല. നിങ്ങളുടെ കുടി നശിച്ചു. എന്നെ മാത്രമേ നീ കാണിക്കുന്നത്. രണ്ടുപേരും വന്ന എപ്പോഴും തന്നെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടോ? കുടുംബം പോലെയല്ല. നിങ്ങളുടെ കുടി കാരണം മക്കൾ നശിച്ചു പോയത്. നല്ല കാര്യങ്ങളൊക്കെ കാണിക്കണ്ടോ? തോന്നിയ ദിവസം കാണിക്കുക. എപ്പോഴും ഇത് കണ്ടുകൊണ്ടിരിക്കില്ലേ? കുട്ടി വരുന്ന സമയത്തോ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ എന്നെ മാത്രം. എന്താ നശിക്കാണ്? നിങ്ങൾ കുടിച്ച് കുട്ടിക്കാലം മുതലേ കുട്ടികളെന്ന് കണ്ടിട്ടോ. നിന്റെ സീരിയലില്ലേ ഈ ആരേനെ കുറ്റം പറയണം? നിനക്കെന്താ? നീ എന്തെങ്കിലും ചൂടാവുന്നത്? ഇത് ശരിയല്ല ടമു. എന്നാ എന്താ പ്രശ്നം? എന്താ മോളെ? ഇന്നത്തെ കാലത്ത് കുട്ടികളെ കാര്യം നോക്കി ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ കാര്യം നോക്കാൻ രക്ഷിതാക്കൾക്ക് എവിടെയാ സമയം? അവർക്ക് ഇതാ സീരിയല്, സിനിമ, ഒരാള് മുഴു കള്ളുടിയനും. കുട്ടികളെ പറഞ്ഞിട്ട് എന്താ കാര്യം? മാഷേ എന്തെന്റെ മുളക്ക് പറ്റി മാഷേ? കണ്ടോ എംഡിഎം പോലെയുള്ള എന്താ മുളക്ക് മയക്കുമരുന്നുകൾ ഇന്ന് കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട് വ്യാപകമായിട്ട്. രക്ഷിതാക്കളായ നിങ്ങൾക്ക് ഇന്ന് സമയമില്ലല്ലോ. കുട്ടികളെ പറഞ്ഞിട്ട് എന്താ കാര്യം? മോളെ അച്ഛനെയും മദ്യപിക്കില്ല മോളെ. മാഷേ നിങ്ങൾ ആദ്യം മാതൃകയാവും. ഒരിക്കലും ഇല്ല. എടി നമ്മുടെ കുട്ടിക്ക് എന്താ പറ്റി? മോളെ 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 ഇനി ഒരിക്കലും ആവർത്തിക്കില്ല. ആ അല്ല, ഞാനിവിടെ ഒച്ചയും വിളിയൊന്നും ഇല്ലാത്തോണ്ടേ വന്ന് നോക്കിയതാ. രവേട്ടാ എന്താ പറയാ, മാറണ്ടേ രവേട്ടാ? കുറച്ച് അല്പം വൈകിയെങ്കിലും ഇപ്പോഴാണ് നമ്മുടെ ജീവിതം എന്താണെന്നുള്ളത്. അതാണ്. ആ എല്ലാവരും കൂടി എങ്ങോട്ടാ? ഞങ്ങളൊന്ന് പുറത്തു പോകാൻ തീരുമാനിച്ചു രവേട്ടാ.
കുടുംബത്തോടൊപ്പമുള്ള യാത്രകളും അവരോടൊപ്പമുള്ള സന്തോഷം തന്നെയല്ലേ ഏറ്റവും വലിയ ലഹരി. അതെ. പക്ഷെ അത് മനസ്സിലാക്കാൻ എന്റെ മോള് വേണ്ടി വന്നു. ഞങ്ങളിപ്പോ നല്ല ഹാപ്പിയിലാ. അതെയോ? പുറത്തു പോട്ടെ രവിയേട്ടാ. ഒരു വീട്ടെ കാണാൻ പോയി വന്നിട്ട് ശരി. കേട്ടോ.